നിൽക്കുകയാണ്. അതിസാഹസികമായിട്ടുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ക്യാമറമാനൊക്കെ സാഹസികമായിട്ട് കാര്യം നിൽക്കുക. വീട്ടിലുള്ള കുട്ടികൾ അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് അനുകരണം പാടില്ല. അപ്പൊ നമ്മള് അശ്വിനി കളിയുന്തുവാ ഈ ഗംഭീര വിഷ്വൽ പ്രേക്ഷകർ കൊടുക്കാനുള്ള താല്പര്യം വേണമെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പൊ ഈ ദൃശ്യം ഒന്ന് സ്വിച്ച് ചെയ്ത് കാണിക്കാം. നമ്മള് ഒരു പാനിങ് ഷോട്ട്, പാനിങ് ഷോട്ട്, ഒരു പാനിങ് ഷോട്ട് കാണിക്കൂ. പാത്തക്ക് തീ പിടിക്കാൻ ഇനി ഏതാനും സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. മാസ്റ്ററിൽ ഇത് അവിടെ ഏതാണ്ട് പൂർത്തിയായിട്ട് അവർ പിരിഞ്ഞു പോകാൻ പോകുന്നു. മാർച്ച് മാസം ഓൾമോസ്റ്റ് കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഒന്നാമത്തെ തീർച്ച തുടങ്ങാൻ പോകുന്നു. ഒന്നാമത്തെ തീർച്ച കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ കളി തുടങ്ങും. ഒന്നാമത്തെ ട്രാക്കിൽ ആനാരി, രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാമത്തെ ട്രാക്കിൽ കരുവാറ്റ ശ്രീ വിനായകൻ, നാലാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ. വെള്ളത്തിൽ ലാലേട്ടൻ. നമ്മുടെ ഈ കായലോളം കിടങ്ങും. അയ്യോ വെട്ടി വിറയ്ക്കും. അങ്ങനെ കരിച്ചാലിന്റെ ഒരു വരവുണ്ട്. ആ വരവ് കാണാനായിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നോക്കൂ, 21 ചുണ്ടൻ വള്ളങ്ങളിൽ അണിനിരക്കുകയാണ്. ലോകത്തൊരിടത്തും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരം ഒരു കാഴ്ച കാണാൻ കഴിയില്ല. ഇത് കാഴ്ചയുടെ അത്ഭുതമാണ്. എന്താണ്, കായിക കരുത്തിന്റെ അത്ഭുതമാണ്. ലോകത്തെ കായിക പ്രതിഭകൾ അണിനിരക്കുന്ന ഏക കായിക പ്രകടനമാണിത്. അപ്പൊ ആ കാഴ്ചയിലേക്കാണ് വിദേശ നാടുകളിൽ നിന്ന് പലയിടങ്ങളിലും താമസമേറിയ ചേക്കേറിയ പല ആളുകളും ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അവരെ കണ്ടേ ഹലോ ചേട്ടാ, കയ്യിലെന്തോ വെള്ളമാണോ വള്ളമാണോ? ഓക്കെ, വെള്ളമാണോ? കയ്യിൽ വെള്ളമാണോ? ലിക്വിഡ് ടേക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. ഞാൻ പറഞ്ഞില്ലേ ആളുകളെ ഇളകിയാർ. ഹലോ ചേച്ചി, ഓക്കെ ഓക്കെ അല്ലേ? അവിടെ കൂടെ നോക്കൂ, അവിടെ കൂടെ നോക്കൂ. കണ്ണട വെച്ച ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചോളൂ. റെഡി, ഓക്കെ. അവരെ കണ്ടില്ല, അവരെ ഇവിടെ വേറെ അന്തരീക്ഷമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആരും വന്ന് ഇളകിപ്പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഫിനിഷിംഗ് പോയിന്റിൽ ഷെഫീദ് റാവുത്തറുണ്ട്. ഷെഫീദിന് എന്തോ കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ വളിപ്പ് വേണ്ടി നാട്ടുകാർ വലിച്ചു കാണും. ഷെഫീദ് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഷെഫീദ് റാവുത്തർ. ഓക്കെ, പറഞ്ഞോളൂ ഷെഫീദ്, പറയൂ ഷെഫീദ്. പറയണം. അനുഭവിക്കുന്ന കാണുന്ന ശാന്തതയൊന്നും ഇനി ഉണ്ടാകില്ല. ഈ ശാന്തതയൊക്കെ അങ്ങ് മാറും. പുന്നമടയുടെ കായലലകൾ, അതിൽ തിരമാലകൾ തീർക്കും. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആ ഹീറ്റ്സിന്റെ പട്ടികയിൽ ആ ഹീറ്റ്സ് 3ഉം ഹീറ്റ്സ് 4ഉം ഒന്ന് നോക്കിയാൽ എത്രമാത്രം തീപാറും ഈ പോരാട്ടം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കുട്ടനാടിന്റെ ആലപ്പുഴയുടെ തനത് ക്ലബ്ബായിട്ടുള്ള UBC, ആ UBC ഏറ്റുമുട്ടുന്നത് അവർക്ക് പിന്നീട് ചരിത്രത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള PBCയുമായിട്ടാണ്. ഡബിൾ ഹാട്രിക്കിന് ഒരുങ്ങുന്ന PBCയുമായിട്ടാണ്. അങ്ങനെ ഹീറ്റ്സ് 3ൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പട്ടികയിൽ നേർക്കുനേർ വരുന്നത് ഒരുപക്ഷെ ശത്രുക്കളെന്നോ ഒരുപക്ഷെ ബദ്ധവൈരുക്കളെന്നൊക്കെയോ പറയാൻ കഴിയുന്ന നേരത്തെ ഒന്നിച്ചുണ്ടായിരുന്ന രണ്ടുപേരാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഹീറ്റ്സ് 4ലും ട്രാക്ക് 2ലും ട്രാക്ക് 3ലും തുല്യ ശക്തർ. നടുഭാഗം PBC പുന്നമടയുടെ നടുഭാഗവും നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ വേഗതയിൽ ആരാണ് മുന്നിൽ, ആര് തളരും, ആര് വീഴും എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം. പിന്നീടുള്ളത് ഹീറ്റ്സ് 6ൽ വിയപുരമാണ്. ഒരു പക്ഷേ ഇത്തവണ ഏറ്റവും കൂടുതൽ കപ്പ് പ്രതീക്ഷിക്കുന്ന BBC കൈനഗരിയുടെ വിയപുരം ചുണ്ടൻ രണ്ടാം തവണയും വിയപുരവുമായി ഒരു മധുര പ്രതികാരത്തിന് 2024 അവരുടെ കറുത്ത ഓർമ്മകൾക്ക് കണക്ക് പറയാൻ, മറുപടി പറയാൻ BBC കൈനഗരിയുടെ വിയപുരം ചുണ്ടൻ, വീരു എന്ന് അവർ വിളിക്കുന്ന വിയപുരം ചുണ്ടനും ഓളപ്പരപ്പിലേക്ക് ഇറങ്ങുകയാണ്. ഹിറ്റ്സ് ആവേശം തുടങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സർക്കാർ കൊടുക്കുന്ന 5 ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തേക്ക് ശരാശരി 85 ലക്ഷം രൂപ മുടക്കി ഒരു ക്ലബ്ബ് ഒരു വെള്ളം നീറ്റിലിറക്കുമ്പോൾ പവലിയനിൽ ആർത്തു വിളിക്കുന്ന അവരുടെ കരക്കാരുടെ മനസ്സ്, അവരുടെ കരക്കാരുടെ ആഗ്രഹങ്ങൾ, ഒരു വർഷത്തെ സന്തോഷങ്ങൾ, അതൊക്കെ ചേർത്ത് പിടിക്കുന്ന പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ ചുണ്ടൻ വെള്ളങ്ങളും ഈ അലകൾക്ക് മുകളിൽ കൂടി പാഞ്ഞെടുക്കാൻ പോകുന്നത്. ആര് വീഴും, ആര് വാഴും, ആര് കപ്പിൽ മുത്തമിടുമെന്ന് കണ്ടറിയാൻ വെറും മിനിറ്റുകൾ മാത്രമാണ് സ്കൈൻ ഇനി ബാക്കി.
ആ ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന്. ഷെബീദിനും തീ പിടിച്ചെന്ന് തോന്നുന്നു. ഷെബീദിന്റെ കരളിന് തീ പിടിച്ചതായിട്ടാണ് ആ വാക്കുകൾ വ്യക്തമാക്കുന്നത്.